ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാംസങ് S23 അൾട്രയും അതുപോലെ തന്നെ OnePlus 13 ആണ്. അപ്പം എൻ്റെ ഫോൺ ഓഫീസിൽ മറന്നു വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോക്സ് കാണിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ഞാനിത് റീസെൻ്റ്ലി കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി കണ്ട രീതിയിൽ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഞാൻ ആമസോണിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 16 GB 512 GB മോഡലായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 70,000 റേഞ്ചിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതിലെ MRP ഒക്കെ 80,000 രൂപയ്ക്കാണ്. നമുക്ക് അറിയാം സ്നാപ്ഡ്രാഗൺ 888 വെച്ച് വരുന്ന പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ IP69 വരുന്നുണ്ട്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സെയിം പ്രൈസ് ആണല്ലോ. 60 to 70 അല്ലെങ്കിൽ 70 to 70 അല്ലെങ്കിൽ 70 to 80 ആക്കാം നമുക്ക്. അപ്പോൾ ഇത് ഐഫോൺ നമ്മുടെ എന്താ പറയുക S23 അൾട്രയും ഓൾമോസ്റ്റ് ആ പ്രൈസ് തന്നെയാണ്. 70 to 80 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് നമുക്ക് 70. അപ്പോൾ ഓഫർ ടൈമിലൊക്കെ നമുക്ക് 70 താഴെ കിട്ടും ചെറുതായിട്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം പ്രൈസിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടു. ഇപ്പോൾ ഏത് ഡിവൈസ് എടുക്കണമെന്ന് ഒരു കുറേ പേർക്ക് സംശയം ആയിരിക്കും. അപ്പോൾ ഞാനിതൊരു ഒരു ക്വിക്ക് കമ്പാരിസൺ പറഞ്ഞുതരാം. പ്രാക്ടിക്കൽ കമ്പാരിസൺ ആണ്, ചുമ്മാ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല. ഞാനിപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള പ്രാക്ടിക്കൽ കമ്പാരിസൺ പറയാം. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം തന്നെ ആദ്യം പോകാം. ഡിസ്പ്ലേ നമുക്ക് രണ്ടിലും കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. എനിക്ക് കുറച്ചും കൂടിയും ക്വാളിറ്റി കൂടുതലും അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് കാണാനൊക്കെ ഇഷ്ടപ്പെട്ടത് S23 അൾട്രയാണ്. ഒന്നാമത് ഇത് വലുതാണ്, അത് വേറെ കാര്യം. പിന്നെ കുറച്ച് ചതുരം ഷേപ്പ് ആയതുകൊണ്ട് നമുക്കൊരു TV ലുക്ക് തരും. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നതും നമ്മുടെ സാംസങ്ങിൻ്റെ സ്മാർട്ട് മോണിറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലുക്ക് നമുക്ക് സ്പാനം കാണുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് ബ്രൈറ്റ്നസ്സും ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഔട്ട്ഡോർ ഇൻറ്റീരിയർ വിസിബിലിറ്റി രണ്ടും സെയിം തന്നെയാണ്, നമുക്ക് വിസിബിൾ ആണ്. അപ്പോൾ അല്ലാണ്ട് കുറച്ച് എന്താ പറയുക ക്വാളിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാലും ഒരു വിഷ്വൽ അപ്പിയറൻസ് വഴി നോക്കിക്കഴിഞ്ഞാലും സാംസങ് S23 അൾട്ര തന്നെയാണ് ബെറ്റർ കേട്ടോ. അതാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. ഇനി അടുത്ത ബാറ്ററിയിലേക്ക് പോകാം. ബാറ്ററി എന്തുകൊണ്ടും ബെറ്റർ OnePlus 13 തന്നെയാണ്. നല്ല കിടിലൻ ബാക്കപ്പ് ആണ് കിട്ടുന്നത്. നമുക്കറിയാം 6000 mAh ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. വേ ഹെഡാണ് നമ്മുടെ എന്താ പറയുക S23 അൾട്രനെ കാട്ടും. അപ്പോൾ S23 അൾട്ര ആഫ്റ്റർ അപ്ഡേറ്റ് ഒക്കെ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1 day ഒക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 2 days ഒക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് തന്നെ അരമണിക്കൂർ കൊണ്ട് സൂപ്പർ ചാർജ് ആയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് OnePlus ആണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. അവിടെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. OnePlus 13 വിൻസ് ഹെഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് സ്നാപ്ഡ്രാഗൺ 888. പിന്നെ നമുക്ക് ഇതിലിപ്പോൾ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് സർക്കിൾ ടു സർക്കിൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇതിൽ വരുന്നുണ്ട്, വേറെ കാര്യം. അപ്പോൾ പെർഫോമൻസിൽ ഞാൻ പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ സ്നാപ്ഡ്രാഗൺ Gen 2 ആണ്, അത് സ്നാപ്ഡ്രാഗൺ 888 ആണ്. അപ്പോൾ ഞാൻ പിന്നെ അത് പറയേണ്ട ഒരു ആവശ്യമില്ല. ഓൾറെഡി ഒരു കൊല്ലം പഴയ സാധനമാണ് ഈ സാധനം. 2 കൊല്ലം പഴയ സാധനമാണ്. അപ്പോൾ പിന്നെ അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത് തന്നെ Gen 3 ആയിട്ട് തന്നെ ഭയങ്കര ഡിഫറൻസ് ആണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888. അപ്പോൾ പിന്നെ അതിന് പറയേണ്ട ആവശ്യമുണ്ടല്ലോ. നാലാമത്തെ നമ്മുടെ ക്യാമറയാണ്. അപ്പോൾ ക്യാമറ കമ്പാരിസൺ ആണ് കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന 350 മെഗാപിക്സലിൻ്റെ ക്യാമറ സെൻസേഴ്സ് ആണ് വരാൻ പോകുന്നത് വിത്ത് സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സിങ്. ഇതിൽ നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ 200 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും പിന്നെ നമുക്ക് 10ഉം 12ഉം ഒക്കെ ആയിട്ടുള്ള സെൻസേഴ്സാണ് വരുന്നത്. പിന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ Gen 2 പ്രോസസ്സിങ്. അപ്പോൾ സൂം ഫോട്ടോ എടുക്കാനാണെങ്കിൽ കുറച്ചും കൂടിയും ഇമ്പ്രൂവ്ഡ് തോന്നിക്കുന്നത് S23 അൾട്രയാണ് ഇതിനെക്കാട്ടും. പക്ഷേ അൾട്രാ വൈഡ് നോക്കുമ്പോൾ നമ്മുടെ OnePlus 13 ആണ് ബെറ്റർ കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഭയങ്കര ക്യുക്കാണ്. ഇപ്പോൾ നമുക്കിതിൽ ചിലപ്പോൾ നമ്മുടെ ഹൈ ക്വാളിറ്റി ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കിതിൽ ഇടയ്ക്ക് ബഫറിങ് വരും ചെറുതായിട്ട്. അതായത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് പ്രോസസ്സിങ് ആവാൻ ചെറിയൊരു സെക്കൻഡ്സ് എടുക്കും. പക്ഷേ ഇതിൽ ആ പരിപാടി ഇല്ല കേട്ടോ. അത് ഒടുക്കത്തെ ഫാസ്റ്റാണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സിങ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇമേജ് നമ്മുടെ ഇമേജ് പ്രോസസ്സിങ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ചെറുതായിട്ട് നല്ല ക്വാളിറ്റിയിൽ കാണാനുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് തന്നെ പറയാം. വീഡിയോസിൽ കുറച്ചുകൂടി ബെറ്റർ സാംസങ് ആണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി 2 പേർക്കും വലിയ എന്താ പറയുക ഒരു ഭയങ്കര ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറയാം. വീഡിയോയിൽ കുറച്ച് ബെറ്റർ സാംസങ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് എന്താ ചാർജിങ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ വരുന്നത് നമ്മുടെ ഫിംഗർ പ്രിൻ്റാണ്. 2 ഫിംഗർ പ്രിൻറ്റിൽ നമുക്ക് അൾട്രാസോണിക് തന്നെയാണ് വരുന്നത്. 2ഉം ഫാസ്റ്റ് തന്നെയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഈ OnePlus 13 ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 6000 mAh ബാറ്ററി ഒന്നും നമുക്ക് പറഞ്ഞാൽ തോന്നില്ല. പിന്നെ IP69 വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബെറ്റർ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ IP60 എന്ന് പറയുന്നത്, അല്ലാണ്ട് വാട്ടർ പ്രൂഫ് അല്ല. അതൊക്കെയാണ് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് വന്നിരിക്കുന്ന സംഭവങ്ങൾ. പിന്നെ നമുക്ക് ബോക്സിൽ ചാർജർ വരുന്നുണ്ട്, കേസ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ OnePlus 13 എടുക്കണോ OnePlus അല്ലെങ്കിൽ S23 അൾട്ര എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ OnePlus S Pen ആണ്. അത് യൂസ് ഉള്ളവർക്ക് കിഡിലൻസ് ആണെന്ന് തന്നെയാണ്. ഞാനത് അത്യാവശ്യം യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളൊരു ബിസിനസ് യൂസറൊക്കെ പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ സാധനം നല്ല യൂസ് വരും.
അപ്പോൾ അത് ഒരു വേറെ ഒരു ഫോൺ ബ്രാൻഡും തരാത്തൊരു പരിപാടിയാണ് നമ്മുടെ S Pen. അതൊരു കിടിലൻ സാധനം. ഞാൻ എൻ്റെ സാംസങ്ങിലും ഞാൻ അവരെ തന്നെ S9 ആയിട്ടൊരു ടാബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ എന്താ പറയുക S Pen. അപ്പോൾ അത് യൂസ് ഉള്ളവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് അത് യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്നവർക്ക് തന്നെ അറിയുള്ളൂ. ഇതൊന്നും യൂസ് ഇല്ല, അല്ലെങ്കിൽ S Pen യൂസ് ഇല്ല, നിങ്ങൾക്ക് ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു വലിയ ഫോൺ താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ S23 Ultra എടുക്കണ്ട. നിങ്ങൾക്ക് OnePlus 13 സുഖമായിട്ട് എടുക്കാം. അത് മാത്രമല്ല, നമുക്ക് OnePlusലെ ഡിസ്പ്ലേ ലൈഫ് ടൈം ഫ്രീ വാറണ്ടി വരുന്നുണ്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2-3 കൊല്ലമൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പോരാത്തിന്. ഇപ്പോൾ 16 GB 512 GB വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് 3 കൊല്ലം 4 കൊല്ലമൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതൊരു ഹൈലൈറ്റാണ് അതിലത്തെ. അപ്പോൾ അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് S23 Ultra എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ ആക്ച്വലി ഇതിന് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ സാംസങ്ങിന്. 2 year വാറണ്ടി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഡിസ്പ്ലേ വലിയ പ്രോബ്ലം ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും അതിൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ കുറച്ച് മാർക്ക് കൂടുതൽ OnePlusന് തന്നെയാണ്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഡിസ്പ്ലേക്ക് ലൈഫ് ടൈം ഫ്രീ വാറണ്ടി വരുന്നുണ്ട്, പെർഫോമൻസ് കൂടുതലാണ്, ക്യാമറ ഓൾമോസ്റ്റ് ഈക്വലാണ്, ബാറ്ററി ബാക്കപ്പ് കൂടുതലാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഹാൻഡി ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ഡിവൈസാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബ്ലൂ കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ബ്ലാക്ക് ആയിരുന്നു OnePlus. ബ്ലൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ നിങ്ങളൊരു S23 അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ അൾട്രാ സീരീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിസ്കംഫർട്ട് ഒരു 2-3 ആഴ്ചയ്ക്ക് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇത് ഹാൻഡിൽ ചെയ്യാനും കൊണ്ടുനടക്കാനും കുറച്ച് പാടാണ്. അത് നോക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ പ്രൈമറി ഡിവൈസായിട്ട് ഞാൻ എൻ്റെ സാംസങ് ഉപയോഗിക്കാറ്, ഐഫോൺ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ സാധനം അതിലേക്ക് ചാടിയപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. കൈ വേനൊക്കെ ഉണ്ടാകും കുറച്ച് കാലത്തേക്ക്. ഇപ്പോഴും ഇടയ്ക്ക് അത്യാവശ്യം കുറേയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ പോക്കറ്റിൽ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പാടാണ്. അതൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3-ാം ചാനൽ കാണുന്നവരെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അടുത്തില്ലാണ്.